ഐഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അതിനവർക്ക് പ്രചോദനം ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണവും തർബിയത്തും തന്നെയായിരുന്നു. കാരണം ഒരു ദിവസം നബി തങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. എന്നിട്ട് അതിന്റെ ഇറച്ചിയൊക്കെ ഐഷ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഐഷ ബീവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും അങ്ങ് സദഖ ചെയ്തു, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ചുമലല്ലിന്റെ ഭാഗം അത് മാത്രം അവർ വീട്ടിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അവശേഷിപ്പിച്ചു. നബി തങ്ങൾ പള്ളിയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്ത് പറ്റി, ആട് എന്ത് ചെയ്തു, ആടിന്റെ ഇറച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഐഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹാ ഇല്ലാ കത്ഫഹ, അതിന്റെ തോളെല്ലന്റെ ഭാഗം അല്ലാതെ ബാക്കി ഒന്നും അവശേഷിച്ചില്ല റസൂൽ, എല്ലാം പോയി എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി തിരിച്ച് അവരോട് പറഞ്ഞു, ബഖിയ കുല്ലുഹാ ഗൈറു കത്ഫിഹ, ഇല്ല ഐഷ, മുഴുവനും ബാക്കിയായി, അതിന്റെ തോളെല്ല് മാത്രം പോയി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, നമ്മളെ വിട്ട് പോകുകയല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടിയും പത്തരട്ടിയും ഒക്കെ ആയിട്ട് ബാക്കിയാകാണ് ചെയ്യുന്നത്. നമുക്ക് നഷ്ടം വന്നത് ഏത് മാത്രമേ ഉള്ളൂ, നീ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഇവിടെ പിടിച്ചു വെച്ച ആ തോളലിന് മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ. ബാക്കി നീ കൊടുത്തതൊക്കെയും ലാഭമാണ്, അതെവിടെയും പോയിട്ടില്ല, അതാണ് ബാക്കിയെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഈ ഒരു പാഠം അവരുടെ മനസ്സിൽ നന്നായി തറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവർ അള്ളാഹിന്റെ മാർഗത്തിൽ ഭയങ്കരമായിട്ട് ചെലവഴിക്കായിരുന്നു. ഒരിക്കൽ അന്നത്തെ രാജ്യത്തിന്റെ ഖലീഫ അവരുടെ സഹോദരിയുടെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അവർക്ക് 1,00,000 ദിർഹം കൊടുത്തേച്ചു. അന്ന് ഇസ്ലാമിക രാജ്യം അത്രയും നല്ല സാമ്പത്തിക ഭദ്രതയുള്ള സമയമായിരുന്നു. 1,00,000 ദിർഹം അവർക്ക് കൊടുത്തേച്ചു. അവരെന്തെന്ന് വെച്ചാൽ അതൊരു വലിയ പാത്രത്തിൽ ഇങ്ങനെ ചൊരിയാൻ പറഞ്ഞു വൃത്തിയോട്. എന്നിട്ട് അത് ഓരോ കിഴികളാക്കിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആ 1,00,000 ദിർഹം മുഴുവനും കിഴികളാക്കിയിട്ട് കൊടുത്തു തീർത്തു. കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരത്ത് എല്ലാ പണിയിൽ നിന്ന് വിരമിച്ചപ്പോൾ വൃത്യ വന്നിട്ട് പറഞ്ഞു, അല്ല മഹദി, അതിൽ നിന്ന് കുറച്ച് ദിർഹമുകൾ ബാക്കി വെച്ചിരുന്നെങ്കിൽ അങ്ങേക്കിന്ന് നോമ്പല്ലേ, ആ നോമ്പ് തുറക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുണ്ടാക്കാരത്തില്ലോ, കുറച്ചെങ്കിലും ബാക്കി വെച്ചൂടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് വളരെ നിരാശയോടുകൂടി ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പെണ്ണെ, അങ്ങനെയാണെങ്കിൽ നീ മുമ്പേ അറിയിക്കണ്ടേ, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കായിരുന്നല്ലോ, അപ്പൊ പിന്നെ എല്ലാം പോയില്ലേ, സാരില്ല, നമുക്ക് എപ്പോഴത്തെയും പോലെ വെള്ളം കുടിച്ച് ഈത്തപ്പഴം തിന്ന് ഇന്നും നോമ്പ് തുറക്കാം, അതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പഠിപ്പിക്കല് അവരുടെ മനസ്സിൽ അത്രത്തോളം അസർ ചെയ്തു എന്നാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. താൻ കൊടുത്ത 1,00,000 വരുന്ന ദിർഹം അത് മുഴുവനും അള്ളാഹിന്റെ മാർഗത്തിൽ ഐഷ ബീബി ചെലവഴിച്ചു. താൻ കൊടുത്ത പൈസ ഒന്നും എളാമ ഉപയോഗിച്ചിട്ടില്ല. അത് ആരറിഞ്ഞു? സഹോദരി പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു.